എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ല. അവരെ പിറ്റേ ദിവസം കച്ചവടം ചെയ്തിട്ടില്ല. ഇനി മരണശേഷം കറാമത്തില്ലേ ഇസ്ലാമിൽ ഉണ്ട് പ്രിയമുള്ളവരെ. ആസിം റളിയല്ലാഹു അൻഹു ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ തടഞ്ഞു വെക്കുമ്പോ കഴുമരത്തിലേറ്റിയില്ലേ, കൊന്നു കളഞ്ഞില്ലേ ശത്രുക്കള്. അവിടെ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയോട്ടിയില് കള്ളു കുടിക്കാൻ നേർച്ചയാക്കിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആര് അദ്ദേഹത്തിന്റെ ജനാസയിലേക്ക് എടുത്തുവോ അവിടെ കടന്നൽ കൂട്ടം കൂടിയെന്നുകൊണ്ട് അവരെ കുത്തിയോടിക്കുന്ന അവസ്ഥയുണ്ടായെങ്കിൽ അത് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണെങ്കിൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ല ആസിമിന്റെ ഖബറിതാ മാറ്റിപ്പണിതോ, അവിടെ ഒരു നിലവിളക്ക് കൊളുത്തട്ടെ എന്ന് പറഞ്ഞില്ല, അവിടെ പട്ടുകൾ കൊണ്ടുവന്ന് മൂടിക്കോ എന്ന് പറഞ്ഞില്ല. ഇനി ആ ജാറത്തിന്റെ ഉത്തരവാദി അലിയേ നീയാണെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാമിനുള്ള കൺസെപ്റ്റ് എങ്കിൽ ഏതോ ഒരു മണ്ണിൽ ഏതോ ഒരു മൺകൂനെ കാണുമ്പോഴേക്കോ അതൊരു ജാറമാണെന്ന് പറയാനും അവിടെ നാലാൾ ഒരുമിച്ച് കൂടാനും അതിനു വേണ്ടി ഭക്ഷണം വെക്കാനും ഒരുമിച്ച് കൂടാനും ഈ പഴുന്നാനക്കാര് തയ്യാറായപ്പോ ഒരു പക്ഷേ പഴുന്നാനയില് നാളികാരത്തെക്കാളും കൂടുതൽ ജാറങ്ങളായി മാറുന്ന കാലമാണെങ്കിൽ എന്തേ പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരാൾ ഒരു കാട് വെട്ടിത്തെളിക്കുമ്പോ അവിടെ ഒരു മൺകൂനെ കണ്ട ഉടനെ തന്നെ ഇവിടെ ജാറം പണിയാ, അതിന് ഉറൂസ് ഉണ്ടാക്കാൻ, അതിന് തലയെകെട്ടുകാർ വരാറ്, അതിന്റെ പേരിൽ ചോറ് വെക്കാൻ ആക്കം കൂട്ടുന്നവരോട് ചോദിക്കട്ടെ, ഇതിനേക്കാളും പരിശുദ്ധമായ മണ്ണുണ്ട് ലോകത്തിൽ? സൗദി അറേബ്യ എത്രയെത്ര സ്വഹാബത്തിന്റെ ഖബറുള്ള നാടാ. അവിടെ പൊന്താറുണ്ടോ ഇതുപോലെ? ഏതൊക്കെ സ്വഹാബികൾ എവിടെയൊക്കെയാ മറമാടപ്പെട്ടതെന്ന് പോയി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഹബീബിന്റെ 400 ചില്ലാനം മിനാരങ്ങളെക്കാൾ അലങ്കൃതമായ മസ്ജിദുൻ നബവിയുടെ ഓരത്തിലുള്ള ബഖീന്റെ ഖബർസ്ഥാനിൽ ഏതൊക്കെ സഹാബത്തിന്റെ ഖബറുണ്ടെന്ന് പറയപ്പെടുന്ന മണ്ണ പൊന്തിയിട്ടുണ്ടോ അവിടെ? പിന്നെന്തേ ഇതുപോലെ നാടുകളിലൂടെ പൊന്താ? ഉറൂസ് നടത്തുന്നവരോടും ആഘോഷിക്കുന്നവരോടും ഈ മൈക്കിന്റെ മുമ്പിലൂടെ നെഞ്ചു കീറി ഞാൻ പറയുമ്പോ അതിനെ മൂടി വെച്ചുകൊണ്ട് കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടല്ല, അത് മൂടി വെക്കേണ്ട ആവശ്യവും നമുക്കില്ല. മകരം 1-നാണ് ആണ്ട് നേർച്ചയെങ്കിൽ ആരാ നിങ്ങൾക്ക് വഹി നൽകിയത്? മകരം 1-നാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത് എന്ന് ഇനി ചിന്തിച്ചോ? ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ആഘോഷം മലയാള മാസത്തിലുണ്ടോ? അത് തന്നെ ഇസ്ലാമിന് പുറത്തല്ലേ എൻ്റെ പ്രിയമുള്ളവർ? ചെറിയ പെരുന്നാളുണ്ടോ? വലിയ പെരുന്നാളുണ്ടോ? അതെല്ലാം മുഹറമിന്റെ നോമ്പുണ്ടോ? അറഫയുടെ നോമ്പുണ്ടോ? ഹജ്ജിന്റെ കർമ്മങ്ങളുണ്ടോ? എല്ലാം ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിച്ചതെങ്കിൽ ഈ മലയാള മാസത്തിലൂടെ ആചാരമുണ്ടാക്കാ ആരാ? നിങ്ങളോട് പഠിപ്പിച്ചതാരാ? ഇത്തരം ആഘോഷങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിട്ടോ ഇത്തരം പുതിയ പുതിയ ജാരങ്ങൾ ഒരു സ്വപ്നത്തിലൂടെ കണ്ടു എന്ന് പറയുമ്പോ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് വിനയത്തോടുകൂടെ പറയാ, ഇനി ആരെങ്കിലും പഴുന്നാനയിൽ മരിക്കാൻ പോകുന്ന വലിയകളുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പറയണേ, ഞാനൊരു വലിയ, എന്റെ ജാരം നിങ്ങൾ പൊന്തിച്ചോ. ആരും കാണാത്തവരെ സ്വപ്നത്തിലൂടെ കാണുന്നവരോട് പഠിച്ചോ. ലോകത്ത് സ്വപ്നം തെളിവുണ്ടെങ്കിൽ അത് അമ്പിയാക്കളുടെ സ്വപ്നമാ, നബിമാരുടെ സ്വപ്നമാ, അതല്ലാതൊരു സ്വപ്നവും ലോകത്ത് തെളിവല്ല. ഇതാണ് അല്ലാഹുവിന്റെ ദീനിന് പറയാനുള്ളത് എങ്കിൽ ഇനിയോ ഔലിയാക്കളെ നിന്നിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ കുത്തുബിയത്ത് ഷെയ്ഖിനെ വിളിക്കൽ നമ്മൾ സമ്മതിക്കാത്തോണ്ട് നിങ്ങൾ ആലോചിച്ചു, ഔലിയാക്കളോട് ഏറ്റവും ബഹുമാനമില്ലാത്ത ആളുകൾ ഇവിടുത്തെ സമസ്തക്കാരാണ്. ഞാൻ പറയാം, കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് യാത്ര പോകുന്ന ഒരാൾ, എത്ര പള്ളി ഉണ്ടല്ലോ എൻ്റെ പള്ളി കോഴിക്കോട് വിട്ടാൽ അവിടെ ഒന്നും പൈസ എറിഞ്ഞു കൊടുക്കില്ല. എന്നിട്ട് വയനാട് താമരശ്ശേരി ചുരം കയറുമ്പോൾ ഒടുങ്ങാക്കാട് മക്കാമിൽ പൈസ എന്തിനാ? ചുരത്തിൻ്റെ മേലെ ഒടുങ്ങാതിരിക്കാൻ. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നാൽ ഒരു 5 റുപ്യയുടെ കോയിനാണ്ട് എറിഞ്ഞു കൊടുത്തെന്ന് വിചാരിക്കാം, എന്താ ഉണ്ടാവുക? അയാൾ കല്ലും കൂട്ടി തിരിച്ചറിയൂല്ലേ? ഇല്ലേ? ഒരു വലിയനെ സ്നേഹിക്കാൻ അങ്ങനെ എന്നാ പിടിച്ചോ വലിയ പൈസ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുക്കുക ബസ്സെന്ന് ആണോ? ഇത് ഔലിയാക്കളെ നിന്ദിക്കല, ബഹുമാനിക്കല. ഇനി അവരെ വിളിക്കുന്ന കോല ഇൻഷാ അല്ലാഹ് ഞാൻ അതുകൂടെ പറയാം. പക്ഷെ എനിക്ക് പറയാനുള്ള, ലോകത്ത് ആരാ മുഹിയുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി? ഞങ്ങളുടെ നേതാവാ.
ഞങ്ങളുടെ നേതാവ് ആ ഷെയ്ഖിന്റെ കിതാബ് ഏതെന്നറിയോ? നമുക്ക് നമ്മുടെ പറയും മുഹിയുദ്ദീൻ മാല, മുഹിയുദ്ദീൻ മൗലൂദ് കുത്തുബിയത്ത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇതിന് 471 കാലഘട്ടം ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിലാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നത്. കുത്തുബിയത്ത് എഴുതിയ ആൾ ജനിക്കുന്ന ഹിജറ 1040 തമിഴ്നാട്ടിലെ കായൽപട്ടണത്ത് ജനിക്കുകയും 1115 മരണപ്പെടുകയും ചെയ്ത സ്വദഖത്തുല്ലാഹിൽ കാഹിലി. ആ കുത്തുബിയത്ത് നിങ്ങൾ ആലോചിച്ചൊക്കെ, പഴുതാരപ്പള്ളിക്ക് അല്ല തൗഫീഖ് ചെയ്തിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന് രണ്ടാമതൊരു ആയുസ് കൊടുത്തു സങ്കല്പിച്ചോ. അതേ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വരാം. പള്ളി സെക്രട്ടറി ചോദിക്കുക, നിങ്ങൾ സുന്നിയാ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. നിങ്ങൾ കുത്തുബിയത്തൊക്കെ ചെല്ലാറുണ്ടോ? കുത്തുബിയത്തോ എനിക്കൊന്നും പരിചയമില്ലല്ലോ. നിങ്ങൾ മുഹിയുദ്ദീൻ മാലൊന്നും പാടലില്ല. എൻ്റെ പേരിലൊരു മാല. നിങ്ങൾ വഹാബിയാണല്ലേ, നിങ്ങൾ മുജാഹിദല്ലേ, പൊക്കോ അങ്ങോട്ട്. അവിടെ അപ്പുറത്ത് വല്ല കുന്നോളത്ത് വല്ല സലഫി പള്ളി ഉണ്ട്, അവിടെ പോയിക്കോ, ഇവിടെ മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയൂല്ലേ? ഷെയ്ഖിനോട് പറയൂല്ലേ? ആ ഷെയ്ഖിന് പോലും പരിചയമില്ല. ഇല്ല. ഇനി ആരാ ഷെയ്ഖ് എന്ന് ഓർത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഷെയ്ഖിനെ? അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരെന്താണെന്നറിയോ? അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അല്ലേ? ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലാണ് ഉമ്മ ജനിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലാണ് വാപ്പ ജനിക്കുന്നത്. അവിടെ നിന്ന് ഇതാ യസീദിന്റെ ഭരണകാലഘട്ടം കടന്നു വരുമ്പോ ഭരണകൂടത്തോടുള്ള അസംതൃപ്തി കാരണം ആ കുടുംബം പോയി താമസമാകുന്നത് എവിടെയാണെന്നറിയോ? കാസ്പിയൻ കടൽത്തീരത്തുള്ള ജീലാൻ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. സ്ഥലം അവിടെ വെച്ചുകൊണ്ടാണ് അബ്ദുൽ ഖാദർ എന്ന പൊന്നുമോനെ ജനിക്കുന്നത് എങ്കിൽ സ്ഥലപ്പേരിനോട് ചേർത്തുകൊണ്ട് അബ്ദുൽ ഖാദർ ജീലാനി എന്ന പേര് കിട്ടുകയാണ്. ചെറുപ്പത്തിലെ വാപ്പ മരിച്ചുപോയ യതീമായി വളർന്നു വന്ന പൊന്നുമോനെ പാഴ്സി ഭാഷയിലാണ് മാതാവ് പഠനം കൊടുത്തത് എങ്കിൽ ആ പൊന്നുമോനെ അറബി പഠിപ്പിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞേക്കുന്നത് എവിടേക്കാണെന്നറിയോ? 300 മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബാഗ്ദാദിലെ നിസാം യൂണിവേഴ്സിറ്റിയിലേക്ക് മാതാവ് തന്റെ പൊന്നുമോനെ ഒറ്റക്കായി കാൽനടയായി പറഞ്ഞേക്കുമ്പോ അവിടെ ചേർന്നുകൊണ്ട് അറബി ഭാഷ പഠിച്ചിട്ട് പിന്നീട് ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, പണ്ഡിതനായി തീർന്നു പോയ അബ്ദുൽ ഖാദർ ജീലാനിയോട് 26ാമത്തെ വയസ്സിലൂടെ പഠനം പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനുണ്ടല്ലോ, അല്ലാമ യൂസുഫ് അയ്യൂബുൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, സമൂഹം അന്ധവിശ്വാസങ്ങളിലാണ്, അനാചാരങ്ങളിലാണ്. അന്നിതാ ഉമവി കാലഘട്ടത്തിന്റെ പര്യവേഷണം നടന്നുപോയ കാലഘട്ടങ്ങളിലോട് പള്ളി മിമ്പറുകൾ പോലും ഭരണകൂടങ്ങൾക്ക് വേണ്ടി ഒത്താശ പാടുകയാ. അതുകൊണ്ട് അതിനെതിരെ പടപൊരുതണമെന്ന് പറയുമ്പോ 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചിട്ടില്ല, ഇറങ്ങുകയാണ് റബ്ബിന്റെ മാർഗത്തില്. കവലകളായ കവലകൾ മുഴുവനും തൗഹീദ് പറയുകയാ. എങ്ങനെയെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ ദഅവത്ത് നടത്താൻ പറ്റോ? അങ്ങനെയെല്ലാം ആ ചെറുപ്പക്കാരൻ ഇറങ്ങുമ്പോ ലോകത്തിന് വിലപ്പെട്ട മുത്ത് പോലുള്ള ഗ്രന്ഥങ്ങൾ സമ്മാനിക്കുമ്പോ അവസാനം 52ാമത്തെ വയസ്സിലാ 26 കൊല്ലത്തിന്റെ ഇടവേള കഴിഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് എങ്കിൽ അന്ന് കാലം വിളിച്ച പേരാ മുഹിയുദ്ദീൻ, ദീനിന്റെ പുനരുദ്ധാരകൻ എന്ന. 52ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്, 92ാമത്തെ വയസ്സിലാണ് വിട പറയുന്നത്. ഈ കാലഘട്ടത്തിനിടക്ക് 4 വിവാഹമാണ് കഴിച്ചത്. 22 പെൺമക്കളും 27 ആൺമക്കളുമായി 49 മക്കളുണ്ടായിരുന്നു ഷെയ്ഖനെങ്കിൽ അവസാനം 92ാമത്തെ വയസ്സില് റബീഉൽ ആഖിർ 11 വൈകുന്നേരം ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടത്തിൽ വുളു എടുത്തുകൊണ്ട് മരണത്തിന്റെ കിടക്കയിലൂടെ കിടക്കുമ്പോ മൂത്ത മകനും പണ്ഡിതനുമായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് വാപ്പാനോട് വന്ന് ചോദിക്കുന്നു, വാപ്പാ, എന്തെങ്കിലും ഒരു വസിയത്ത് തരോ എന്ന് ചോദിക്കുമ്പോ ആ പിതാവ് പറയുന്നു, മോനെ, നിനക്ക് ജീവിതത്തിൽ ആശ്രയം കാണാനുണ്ടെങ്കിൽ അല്ലാഹനെ മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞ് ആ പണ്ഡിത കേസരിയെ മറന്നുപോയല്ലോ, ആ പണ്ഡിത തേജസ്സിനെ മറന്നുപോയില്ലേ? ഏത് ഷെയ്ഖനെയാ നമ്മൾ കേട്ടത്? നമ്മളിതുവരെ കേട്ട ഷെയ്ഖ് എന്താ? വാപ്പ മോനെ മടിയിലിരുത്തി ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ വാപ്പാന്റെ ചക്കരക്കുട്ടിയല്ലടാ എന്നൊക്കെ പറയും. വാപ്പാന്റെ താടിക്ക് കയറി പിടിച്ച് എന്നെ വല്ലാണ്ട് കൊഞ്ചിക്കൊന്നും വേണ്ട, ഞാൻ ഉമ്മാന്റെ ഗർഭപാത്രത്തിലാവുമ്പോ നിങ്ങളോട് വത്തക്ക ചോദിച്ചില്ലേ? ഉമ്മ വത്തക്ക ആവശ്യപ്പെട്ടപ്പോ നിങ്ങൾ വത്തക്ക അന്വേഷിച്ച് പോയപ്പോ ഞാൻ ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു ചാടി ഒരു ഫക്കീറിന്റെ കോലത്തിൽ വന്നിട്ട് നിങ്ങളോട് വത്തക്ക ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നില്ല അല്ലേ? എന്നിട്ട് ഇപ്പം ചക്കരക്കുട്ടിയല്ലേ? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്ത് റിയൽ ലൈഫ് കേൾക്കാതെ പോയി.
കോഴിക്കോട്ടുകാരുണ്ടാക്കിയ മാലയ്ക്ക് പിന്നാലെ നമ്മൾ ഓടി. ഷെയ്ഖ് എഴുതിയ കിതാബ് വേണ്ട. റബീഉൽ ആഖിർ 11 വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിദ്കാറെ ജീലാനിയും ജീലാനി ദിനം ജീലാനി അനുസ്മരണം ഒക്കെ നടത്തുന്നവരോട് മാല പാടി എന്നല്ലാതെ ഷെയ്ഖിൻ്റെ ഒരു കിതാബ് ഉദ്ധരിക്കാൻ ധൈര്യമുണ്ടോ? ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുക. അവിടുത്തെ ഫത്തുർ റബ്ബാനി, എന്താ ഫത്തുർ റബ്ബാനി എന്നറിയോ? ഒരു കൊല്ലം മാത്രം നടത്തിയ 160-ലധികം പ്രസംഗങ്ങളുടെ സമാഹാരം. ആരുടെ? മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അതിങ്ങനെ പഠിപ്പിച്ചെടുത്താൽ ഇവിടെ ഊതി വീർപ്പിച്ച സമസ്ത അങ്ങനെ ഭൂം എന്ന് പറഞ്ഞ് പൊട്ടിപ്പോവും. ഒരു സംശയമില്ല കാര്യത്തിൽ. അത് പറഞ്ഞു കൊടുക്കില്ല ജനങ്ങളോട്, അത് പറഞ്ഞു കൊടുക്കുക, അത് അപ്പം അറിയാം ആരാ യഥാർത്ഥമായ ഷെയ്ഖ് അല്ലേ. എന്നിട്ട് ഷെയ്ഖിനെ നമ്മൾ വിളിക്കാനുണ്ടാക്കിയ സംഭവം ഇവിടെ മുഹിയുദ്ദീൻ മാല റിഫായി മാല ഞാനിവിടെ 2 ആവർത്തി ഞാൻ ഉദ്ധരിച്ചതാണ്. കാരണം എന്താണെന്നറിയോ? മറുപടി ഞാൻ പ്രസംഗിക്കും, മറുപടി പറയാന്നുള്ള രീതിയിൽ പള്ളി കയറും. എന്നിട്ട് പള്ളി കയറി എന്താ മറുപടി? അവൻ 3/4 ഇടുന്നവനാണ്. ഇതിവിടെ മാത്രമല്ല, ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വടക്കേക്കാട് പോലും പോയി പറഞ്ഞു കൊടുത്തെന്നുള്ളതാണ്. ഞാൻ 3/4 ഇട്ടാൽ എന്താ പ്രിയമുള്ളവർ? അത് മുട്ടിൻ്റെ താഴെ കിടക്കുന്ന ഒരു വസ്ത്രമല്ലേ? എൻ്റെ വീട്ടിൽ ഞാൻ ഇഷ്ടമുള്ള വസ്ത്രം ഇടൂല്ലേ? നിങ്ങൾ ആലോചിച്ച്, ഇതാണ് പള്ളിയുടെ മുമ്പ് കാര്യപ്പെട്ട് ചിലവ് ഉപയോഗിച്ച് പറയാൾ. പിന്നെ ഖുർആനിൻ്റെ ആയത്തെ തിരുമറി ഇൻഷാ അല്ലാഹ് വിഷയം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വേണ്ടി നാട്ടുകാർ പിരിവിട്ട് വീട് മേടിച്ചെടുത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനാണെങ്കിൽ അള്ളാഹ് പുറത്ത് തരട്ടെ എന്ന് പറയും. നമുക്കിതാ ഒരു അധ്വാനം കൂടാതെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുമാനം കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് മാത്രം. ഞാനതിന് വ്യക്തിഹത്യ പറയാറില്ല. അതിനു വേണ്ടി നാട്ടുകാരതിന് സപ്പോർട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടെ ഉപയോഗിക്കുന്നു ആളുകൾക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പള്ളിയുടെ മൈക്കും അത് ആമീൻ പിടിക്കാൻ കുറേ ആൾക്കാർ ഇരുന്നപ്പോൾ അൽഹംദുലില്ലാ എവിടെ എത്തി സമുദായത്തിൻ്റെ അവസ്ഥ. ഇനിയെങ്കിലും ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കാൻ. ഒരു ചെറിയ കേസ് ഉണ്ടാവുക, അതിൽ പിന്നെ ഹത്തീബിന് വ്യക്തിപരമായി പ്രശ്നം ഉണ്ടാവുക, അതിനു വേണ്ടി നാട്ടുകാരോടൊക്കെ പിരിച്ചിരുത്തിട്ട് നാടിൻ്റെ ശാപം അൽ ഫാത്തിഹ യാസീനോ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തി കൊടുക്കുന്ന കൗമേ, ഇതിനല്ലേ ബിദ്അത്ത് എന്ന് പറയാം. പുതിയത് ഓരോരുത്തർക്ക് തോന്നുമുണ്ടാക്കി. എനിക്ക് അടികൊണ്ട ഞാൻ യാസീനോ ദുആ ചെയ്യില്ല എന്നൊരു ശാപം തീർക്കാൻ. അതിനല്ലേ മതത്തിൽ ആചാരം ഉണ്ടാക്കാന്ന് പറയാം. ഞാൻ ആ ഭാഗത്ത് കിടന്ന് ദീനായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവർ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇവിടെ മുഹിയുദ്ദീൻ ഷെയ്ഖിൽ നിന്ന് ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നപ്പോൾ നോക്ക്, ഷെയ്ഖിനെ അങ്ങനെ വിളിക്കും. ഞാൻ മാലയിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ അദൃശ്യറിയാന്ന് പറഞ്ഞു. അപ്പോൾ റിഫായി മാല പറഞ്ഞു, ആ മുഹിയുദ്ദീൻ്റെ കണ്ണിൻ്റെ മേലെ ഞാൻ കയറി, എന്നെ കാണാൻ പറ്റിയില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ കയ്യിൽ ഭൂമി ഉണ്ട പോലെ. അപ്പോൾ റിഫായി മാല പറഞ്ഞു, എനിക്ക് കാലം 12,000 കിട്ടിയാലും ഒരു കാലടി വെക്കാൻ തികയില്ല. 4 കിതാബ് ബോധ്യപ്പിടിച്ചു മുഹിയുദ്ദീൻ മാല. അപ്പോൾ റിഫായി മാല പറഞ്ഞു, എനിക്കൊരു ആലം 18,000 കിട്ടിയാലും ഒരു കാലടി വെക്കാൻ തികയില്ല. ഇത് ഞാൻ വരി എണ്ണി പറഞ്ഞു. റിഫായി മാല 102 മുതൽ 109 വരെയുള്ള വരിയ. ഇത് ഔലിയാക്കളെ മാനിക്കലോ നിന്ദിക്കലോ പരിശോധിക്കുക നിങ്ങൾ. ഇനി അതും കഴിഞ്ഞിട്ട് നിങ്ങൾ ആർച്ചൊക്കെ ഷെയ്ഖിനെ വിളിക്കാം. 3 രീതി ദുആ ചെയ്യാനുള്ള ആളാണോ ഷെയ്ഖ്? ഷെയ്ഖ് പറയ അല്ലാഹുവോട്, ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയതി അഹദം മിൻ ഖൽഖില്ലാ. നിന്റെ ജീവിതത്തിന്റെ ഏത് സന്നിഗ്ധ ഘട്ടം വന്നാലും അള്ളാന്റെ ഒരു പടപ്പുകളോടും നീ അപരാധിപ്പെടല്ലേ. അവിടുത്തെ ഫുതൂഹുൽ ഗൈബിലുള്ള ഉദ്ധരണിയാണെങ്കിൽ നമ്മളോ ഷെയ്ഖിനോട് തേടാ, മാലയിൽ ചൊല്ല, വല്ല നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാതു തീരോ ചെയ്യും ഞാനെന്നോവർ. ലോകത്തിന്റെ എവിടെ നിന്ന് ആരെന്നെ വിളിച്ചാലും അവന്റെ വായ കൂടുന്നതിന് മുമ്പ് അവന് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന സ്ഥലകാല ശബ്ദങ്ങളുടെ വ്യത്യാസമില്ലാതെ ആരെവിടെ നിന്ന് വിളിച്ചാലും വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഷക്കാരനാവട്ടെ ദേശക്കാരനാവട്ടെ എല്ലാം വേർതിരിച്ചൊരു അള്ളാന്റെ കഴിവല്ലേ. അത് പറഞ്ഞപ്പോ കുഞ്ഞാതുക്കോയ്ക്കൊരു സംശയം മർക്കസിലേക്ക് എഴുതി ചോദിച്ചു. മുബാറക്ക് മാസികയിലെ ക്വസ്റ്റ്യനാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഇംഗ്ലീഷ് അറിയോ? അതിന് മറുപടി എന്താ പറയുക? ഷെയ്ഖ് ഏത് ഭാഷക്കാരനാണെങ്കിലും അതിൽ ഷെയ്ഖിൻ്റെ പേരോ സൂചനകളോ ഉണ്ടാകുമല്ലോ. ഉടനെ തന്നെ ഷെയ്ഖ് അത് അള്ളാഹുവിലേക്ക് വിടും. അള്ളാഹ് ഉത്തരം കൊടുക്കും. എങ്ങനെ? അപ്പോൾ നമ്മൾ രാവിലെ ആകാശവാണി ന്യൂസൊക്കെ കേൾക്കുമ്പോൾ സമ്പ്രതി വാർത്താഹ ശ്രീയന്താം പ്രവാചക ഭരതിവാനന്ദ സാഗരാഹം, അതിൻ്റെ ഇടയ്ക്കൊരു നരേന്ദ്രമോദി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ മോഡിനെ പറ്റി എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ ഇതേപോലെ ഷെയ്ഖിന് മനസ്സിലാകുമ്പോൾ ഷെയ്ഖ് നേരെ അത് അള്ളാഹുവിലേക്ക് വിടും. അള്ളാഹ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. എങ്ങനെ? സായിപ്പ് വിളിക്കുക, ഓ മുഹിയുദ്ദീൻ ഷെയ്ഖ് പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ തമിഴ്നാട്ടുകാരൻ വിളിക്കുക, ബഗ്ദാദിൽ മറയപ്പെട്ടവരെ കാപ്പാത്തുങ്കോ. ആ മലയാളി വിളിക്കണം, മുഹിയുദ്ദീൻ ഷെയ്ഖ് കാക്കണേ. ഉടനെ അള്ളാഹ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ന് എമിഗ്രേഷനും വിസ വന്നപ്പോൾ ഷെയ്ഖിന് പരിചയമില്ലല്ലോ. അപ്പോൾ അള്ളാഹ് ഉടനെ അതങ്ങോട്ട് റിപ്ലൈ കൊടുക്കാണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയ്ഖ് ഉത്തരം കൊടുക്കുന്ന ഇത് എത്രത്തോളം വ്യാജ പ്രിയമുള്ളവരെ. അത് അവിടെ പറയാം. അപ്പോൾ കുത്തുബിയത്ത് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും കിട്ടില്ല, കുറച്ച് പണിയുണ്ട്. വിളിച്ച വായ കൂടുന്നതിന് മുമ്പ് കിട്ടുന്ന പറഞ്ഞ വൈരുദ്ധ്യം കുറച്ച് പണിയുണ്ട്. അതെന്തെന്നറിയോ? അത് കുത്തുബിയത്തിലാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചോ?
أزما بهمته سرما لعفوته بعد الصلاة 12 من ركعة مع الفواتح والإخلاص مع خضيعة. 1000 വട്ടം ഇതാ ഫാത്തിഹ സൂറത്ത് ഓതി ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് 1000 വട്ടം ശൈഖനെ വിളിച്ചു പോയാൽ അജിബ്തുഹു മുസ്നിയാ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ. അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന ഫാത്തിഹ ഓതി ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചിട്ട് 1000 വട്ടം ശൈഖനെ വിളിച്ചു പോയാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ പുതിയ നിസ്കാരം ആര് പഠിപ്പിച്ചതാ? ളുഹർ അടക്കമുള്ള 5 വക്ത് നമസ്കാരങ്ങൾ, അനുബന്ധമായ റവാത്തിബ് സുന്നത്തുകൾ, തഹജ്ജുദും വിത്റും ഖിയാമുൽ ലൈലും ഖിയാം റമദാനും വുദൂഇന്റെ സുന്നത്തും ദുഹായുടെ സുന്നത്തും ഈ ലോകത്തോട് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ കടലായ മുത്ത് നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ഈ കുത്തുബിയത്തിന്റെ 12 റക്അത്ത് നിന്നെ പഠിപ്പിച്ചതാരാ? അവിടെ ഫാത്തിഹ വേണം, ഇഖ്ലാസ് വേണമെന്ന് നിബന്ധന വെച്ചതാരാ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ ചോദ്യം കണ്ടിട്ടുണ്ടോ? അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യുഅ്ദൻ ബിഹില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദം കൂടാതെ മതത്തിൽ നിയമമാക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ എന്ന് പടച്ച തമ്പുരാൻ ചോദിച്ചില്ലേ? ആരായി നിയമം കൊണ്ടുവന്നത്? ആരായി വ്യവസ്ഥ വെച്ചത്? 12 റക്അത്ത് നിസ്കാരം, അതിനെന്താ പറയാ അറബിയിൽ? ബിദ്അത്ത്. അത് ചെയ്യുന്നവൻ എന്താ പറയാ? മുബ്തദി, പുത്തംവാദി. ഇന്ന് അത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പുത്തംവാദി. ചെയ്യുന്നവനാര്? അഹ്ലുസുന്നത്തി വൽ ജമാ. എന്തൊരു വിരോധാഭാസ! റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുക്കുന്നവനാ സുന്നി. യഥാർത്ഥമായൊരു സുന്നിയായി ജീവിക്കണം, പുതിയതൊന്നും കൊണ്ടുവരാൻ പാടില്ല. എന്നിട്ടോ 1000 വട്ടം വിളിക്കുക. വിളിയുടെ കോലും 4 ചൊക്കിങ്ങൾ. ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി പണ്ടൊക്കെ നടിയിൽ ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ പരത്തി വെച്ചിട്ട് വിളിക്കും അല്ലേ? ഞാൻ അത് പറയുമ്പോൾ പറയും, ഇവൻ എത്ര മൗലിദ് ഇങ്ങനല്ലേ പറയാ? അത് ഓതിയോണ്ട് അതിൻ്റെ കള്ളത്തരം മനസ്സിലായി. വല്ലാഹി ഓതന കാലത്ത് എന്താ സംഭവം മനസ്സിലായിട്ടില്ലല്ലോ. നമ്മൾ ഓതില്ലാണ്ട് തൊടാൻ പറ്റുമെന്ന് പറഞ്ഞത് പിടിച്ചുകൊണ്ട് നടന്നതല്ലേ അല്ലേ? ഇതൊക്കെ പഠിക്കുമ്പോഴാ ഇത് മനസ്സിലാവും. എന്നും നമ്മുടെ പള്ളിയിൽ മൗലിദ് ഓതാൻ നടക്കുന്നവർ ഇന്ന് വരെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ നടുക്കൽ അരിപ്പൊടിയൊക്കെ വരുത്തി ലൈറ്റൊക്കെ ഓഫാക്കും കുത്തുബിയത്തിൻ്റെ ഇടയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷെയ്ഖ് വരുന്ന അപ്പം തന്നെ പഴച്ചില്ലേ വിശ്വാസം ഇല്ലേ? എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിക്കുക. എങ്ങനെ വിളിക്കുക? യാ ഔസിയാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഔസിയാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒരുത്തനെ എണിട്ട് കൊടുക്കും കയറാൻ. പിന്നെ ആ കയറ്റം കഴിഞ്ഞ ഒരു 500 എത്തുമ്പോഴൊന്ന് ആലോചിച്ചൊക്കെ അങ്ങനെ വിളിക്കുക. ഈ ഒരു ബഹളം നമ്മൾ കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കണ വാപ്പാനെ മോനകത്തൊക്കെ വിളിക്കാം. വാപ്പ ഒലയ്ക്കും കൊണ്ട് വരൂല്ലേ തല്ലാന്? സ്വന്തം ബഹുമാനം കൊടുക്കേണ്ട വാപ്പാനോട് ആദരവില്ലാതെ വിളിക്കണ മോൻ ഇത്ര ആദരവ് കൊടുക്കേണ്ട ശേഖൻ ഇങ്ങനെ വിളിക്കാ വീട്ടിക്ക്? ആണോ? ഇതിലൊന്നും ഒരു ഹുർമത്തിൽ ചാടിക്കളിക്കണ ദീനൊന്നും ഇസ്ലാമിൽ ഇല്ല കേട്ടോ. അച്ചടക്കം ഒതുക്കമുള്ള ദീന അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചേ. ഇങ്ങനെ ചാടിക്കളിച്ചിട്ട് വിളിക്കുക. എന്നിട്ട് 1000 വട്ടം വിളിച്ച ശേഖർ എന്നിട്ട് പറയാം, അടിപ്പൊടിയിൽ കാലിൻ്റെ അടയാളം കാണാൻ. ഞാൻ പണ്ടേ പറയലുണ്ടായി, ഇഞ്ചടയാളം എടുത്തു വെക്കണം. പഴുനാന പറഞ്ഞ ശേഖന് പഴുനാന ഉസ്താദിൻ്റെ കാലിൻ്റെ അടയാളം ഉണ്ടാവും. മരത്തംകോട് പറഞ്ഞ ശേഖന് മരത്തംകോട് ഉസ്താദിൻ്റെ കാലിൻ്റെ അടയാളം ഉണ്ടാവും. അല്ലെങ്കിൽ ഇടക്കുന്നൊന്ന് ടോർച്ചടിച്ച് നോക്കി ഒരു മൊയിലേരെ കാണാൻ എൻ്റെ നടുക്ക് ഇല്ലേ? എന്നിട്ടാണ് ഈ കാലടയാളൊക്കെ നോക്കി ഷെയ്ഖ് വരും പോവും, രോഗമൊക്കെ മാറ്റിത്തരും, ഓപ്പറേഷൻ വരെ ചെയ്ത് തീർത്ത് പോവും. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കും. ഷെയ്ഖ് ഇതൊന്നും പറഞ്ഞില്ല. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച ഉത്തരം കിട്ടും. അപ്പോൾ ഫുയൂദാത്ത് റബ്ബാനി പറഞ്ഞ അങ്ങനെയും കിട്ടൂല, കുറച്ചുകൂടെ പാടുണ്ട്. തിങ്കളാഴ്ച പാതിരാത്രി എണിച്ചിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് അഡീഷണൽ 2 സുജൂദ് ചെയ്ത് ആവശ്യം പറഞ്ഞിട്ട് പിന്നീട് ഇറാഖിൻ്റെ ബാഗ്ദാദിൻ്റെ ഭാഗത്തേക്ക് 11 കാലടി വെക്കണം. അവിടെ കിബില അറിയാത്തവനെ ബാഗ്ദാദിക്ക് കാലടി വെക്കാൻ പോകുന്നത്. എന്നിട്ട് യാ ഔസ മുഹിയദിയ, ഖവാജ മുഹിയദിയ, ഷെയ്ഖുസ്സക്കലി മുഹിയദി അങ്ങനെ ശരണം വിളിച്ച് 11ാമത്തെ കാലടിയിൽ യാ ഷെയ്ഖുസ്സക്കലി നഈസനി വംദുദനി എന്ന് പറഞ്ഞ് കാര്യം ചോദിച്ചാൽ ഷെയ്ഖ് ഉത്തരം കൊടുക്കും. അൽ ഫുയൂദാത്ത് റബ്ബാനിയ ഫിൽ മആസിറിൽ ഖാദിരിയ, അതാണ് കിതാബിൻ്റെ പേര്. അൽ ഹാജി യൂസഫ് എന്നാളാണ് ആ കിതാബ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണോ ഷെയ്ഖിനെ നമ്മൾ പഠിക്കണ്ടേ?
അല്ലേ? ഇതിങ്ങനെ പറഞ്ഞ ഇതെന്താണെന്നറിയോ? വാറ്റി പറഞ്ഞ് എവിടൊക്കെ എത്താന്നവർക്ക് എന്നെ അറിഞ്ഞൂടാ. അപ്പൊ നൂഹ് നബിയുടെ വിഷയം പറഞ്ഞു രക്ഷിച്ചത് മുഹമ്മദ് നബിയാ. അപ്പൊ മുഹ്യദ്ദീൻ ഷേഖിനെ പറ്റി പറഞ്ഞു രക്ഷിച്ചത് മുഹ്യദ്ദീൻ ഷേഖാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് തർക്കം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പടച്ചോനാണ്. ഇങ്ങനെയുള്ള തർക്കങ്ങളുടെ മേഖല ഔലിയാക്കളെ നിന്ദിക്കുന്നവരായി മാറരുത് പ്രിയമുള്ളവരെ. ആ ഔലിയാക്കളെ നെഞ്ചിലേറ്റാൻ അവരുടെ പാതയമുണ്ട് ലോകത്തിന്റെ മുമ്പിലെങ്കിൽ ആ പാതയാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത് എങ്കിൽ പ്രിയമുള്ളവരെ 2 രൂപയുടെ ചരടുത 250 വേണ്ടി കച്ചവടം ചെയ്യാ. വിലായത്തിന് നിങ്ങളെ മറപിടിക്കണ്ട. ഇന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാനെക്കാളും വലുതാണ് ആധുനിക ഔലിയാക്കളെന്ന് പറയുന്ന രീതികളോട് കച്ചവടം ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾ ഔലിയാക്കളെ കുറ്റപ്പെടുത്തുന്നില്ല, ഔലിയാക്കളെ മോശക്കാരായി പറയുന്നില്ല, മരിച്ചുപോയ ആളുകളെ കുറിച്ച് എടുത്തുദ്ധരിക്കുന്നില്ല. എന്നാ നിങ്ങൾക്കറിയോ, അതുകൊണ്ട് കച്ചവട കമ്പോളത്തിലേക്ക് വരുന്ന ആളുകളോട് അരുതേ, ഇതിന്റെ പേര് നിങ്ങൾ കച്ചവടം ചെയ്യില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചോ, അതുകൊണ്ട് നടക്കുന്ന ആഭാസങ്ങൾ എന്തൊക്കെയാ? അള്ളാഹുവിന്റെ മതം നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞ ആ നിലവിളക്കുണ്ടല്ലോ. എന്ന് പറയുന്ന കിതാബിൽ 149 പേജിലോട് ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, വയജിബ് ഇസാറത്തു കുല്ലി ഖിന്ദീരിൻ ഔ സിറാദിൻ അലാ ഖബറിൻ വലാ യസിഹു വഖഫുഹു വനദറുഹു. ഖബറിന്റെ മേലെയുള്ള വിളക്കുകളാണോ നിലവിളക്കുകളാണോ അതിനെ നീക്കം ചെയ്യൽ നിർബന്ധമാ. അതിനെ വഖഫ് ചെയ്യലോ നേർച്ചയാക്കലോ സ്വഹീഹല്ല എന്ന് അവിടുന്ന് ഇതാ ഇബ്നു ഹജർ തന്നെ അസ്സവാജറിലൂടെ രേഖപ്പെടുത്തുമ്പോ ആരായി നിലവിളക്കിനെ കൊണ്ടുവന്ന് വെച്ചതാരാ? ഈ അടുത്ത കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ടോ അബ്ദുറബ്ബുമായി ബന്ധപ്പെട്ടൊരു ചർച്ച കേരളത്തിലൂടെ കൊടുമ്പിരി കൊണ്ടപ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് കൊളുത്താമെന്ന് വാദം ഉന്നയിച്ചവരെ എവിടെയാ നിങ്ങളുടെ ആദർശമുള്ളത് എന്നറിയോ? ഇതിനു മുമ്പ് ഇതാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയാകുമ്പോ അറിയോ നിങ്ങൾക്ക് കാസർഗോഡിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്താന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ നിലവിളക്ക് കൊളുത്തില്ല. പല മുസ്ലിം നാമധാരികളും എഴുന്നേറ്റു, രാഷ്ട്രീയ നായകന്മാർ എഴുന്നേറ്റു, നിലവിളക്ക് കൊളുത്തിയാലെന്തല്ലേ വെളിച്ചമല്ലേ ഉണ്ടാകൂ എന്ന് പറയുമ്പോ അറിയോ നിങ്ങൾക്ക് പിറ്റേ ദിവസം കേരളത്തിലോ സുന്നി മുജാഹിദ് ജമാഅത്ത് ഭേദമന്യേ മുഴുവൻ മത സംഘടനകളും എഴുതി വെക്കുകയാ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാ, കേരളത്തിലെ മുഴുവൻ മത സംഘടനകളും ഒന്നിച്ച് ഹറാമെന്ന് പറഞ്ഞ ഈ നിലവിളക്കിന് ആരാ ജാറത്തിലൂടെ കൊണ്ടുവന്ന് വെച്ചതാരാ? അതിൽ നിന്ന് വെളിച്ചെണ്ണ കുടിക്കാമെന്ന് ഫത്വ തന്നതാരാ? അതിൽ പാവപ്പെട്ടവന്റെ പണം മോഹിക്കാമെന്ന് പറഞ്ഞു വെച്ചതാരാ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ, ഇസ്ലാമിലില്ല. ഷാഫി ഇമാമിന്റെ പേര് പറഞ്ഞു നടക്കുന്ന ആളുകൾ പഠിക്കാൻ പറ്റോ? ഷാഫി ഇമാമിന്റെ കിതാബിലും 424 പേജിലൂടെ പറയാ, ആ ഖബർ ഉയർത്തൽ എനിക്ക് ഇഷ്ടമല്ല. വലാ ഉഹിബ്ബു അല്ലാ യബ്നി വലാ യുജസ്സസ, അതിനെ എടുപ്പുണ്ടാക്കലും അതിന്റെ മേലെ സിമന്റ് ഇടുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫഇന്നഹു യശ്ബഹു സീനത വൽ ഖൈല, അത് ആഡംബരത്തോടും അലങ്കാരത്തോടും സാദൃശ്യമാകുന്നതാണ്. വലൈസൽ മൗതു മൗളിഉ വാഹിദും മിൻഹുമാ, മരണമെന്ന് പറഞ്ഞാൽ ഇതിന് പറ്റിയതായ സന്ദർഭമല്ല. വലമ്മറാ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാർ മുജസ്സസ, മുഹാജിറുകളുടെയോ അൻസാറുകളുടെയോ ഖബറുകളോ സിമന്റ് ഇടപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. മുഹാജിറുകളും അൻസാറുകളും ആരാ? ലോകത്തെ ഉന്നതരായ ഔലിയാക്കള്. 9-ാം അധ്യായം സൂറത്തു തൗബ 100-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞില്ലേ, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സത്യത്തിലേക്ക് മുമ്പേ കടന്നു വന്ന ഔലിയാക്കള് അവരുടെ ഖബർ പോലും ഉയർത്തിയിട്ടില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോ ഇസ്ലാമിനെ തകർക്കാൻ ജൂതന്മാര് പടുത്തുണ്ടാക്കിയ മസ്ജിദുൽ ദിറാറിനെക്കാളും വേഗത്തിലൂടെ
പൊളിച്ചു കളയേണ്ടത് ഖബറിന്റെ മേലെയുള്ള കുബ്ബകളെയാ, ഉയർത്തിവെച്ച ഖബറുകളെയാ. ഇബ്നു ഹജർ തങ്ങളാണ് താക്കീത് നിന്നത്. അസ്സവാദറൻ ഇക്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബില എന്തേ ഉമ്മത്തെ കിതാബ് കണ്ടില്ല എന്ന് നടിച്ചത്? ഇങ്ങനെ ഔലിയാക്കളെ നിന്ദിക്കാ നമ്മൾ പറഞ്ഞിട്ടില്ല. പോയി പോയി എവിടെ എത്തിയെന്നറിയോ നിങ്ങൾക്ക്? തമിഴ്നാട്ടുകാരനായ ദാമോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതാ അങ്ങിതാ ആലപ്പുഴ ജില്ല കഴിഞ്ഞ് കൊല്ലം ജില്ലയുടെ ബോർഡറാകുന്ന ഓച്ചിറയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടപ്പോ വലിയുല്ലാഹി ഓച്ചിറ ഉപ്പൂപ്പ എന്ന് പറഞ്ഞ് ജാറം പടുത്തുണ്ടാക്കാ മടിയില്ലാത്ത ആളുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ പോലും വന്ന് പറഞ്ഞു ഞങ്ങളുടെ അച്ഛന് അദ്ദേഹത്തിന്റെ കയ്യിലെ പച്ച കുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും വിട്ടുകൊടുക്കാതെ ആരാധനാ പാത്രമാക്കിയപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലോട്, കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങളിലോട് ഒരു വസ്ത്രം പോലും ധരിക്കാനുള്ള കഴിവില്ലാതെ പാവപ്പെട്ടവനായി കടത്തിണ്ണയിലൂടെ കടന്നപ്പോ ഒരു 150 രൂപയുടെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാ ഒരു മനുഷ്യനെ കിട്ടിയില്ല. മരിച്ചു എന്ന് കണ്ടപ്പോ കൊണ്ടുപോയി മറവാടിയിട്ട് 15,000 പട്ട് വാങ്ങി മേലയിട്ടുകൊണ്ട് ഉദ്ഘാടനം കഴിച്ചവരെ, ഇങ്ങനെയാണോ ഔലിയാക്കളെ നിങ്ങൾ കണ്ടുപോയത്? ഇങ്ങനെയാണോ ഔലിയാക്കളുടെ മനഹജ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അത്തരം അവസ്ഥകളിലേക്ക് നീങ്ങല്ലേ. പുതിയ പുതിയ കള്ളക്കഥകളെ കൊണ്ടുവരണ്ട. വിലായത്തിന്റെ പേര് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് തോന്നുന്നതൊക്കെ കറാമത്തിന്റെ കഥ. നിങ്ങൾ ആലോചിച്ചൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു കൊല്ലത്തിനടുക്ക് പഴുന്നാന പള്ളി നടന്ന പ്രസംഗങ്ങൾ മൊത്തങ്ങൾ അപഗ്രഥിക്കാം. സ്വഹാബത്തിന്റെ ചരിത്രത്രേ, ജദബിന്റെ ഹാലുള്ള ഔലിയാക്കളുടെ ചരിത്രത്രേ. ഒരു പ്രസംഗം പോലും ജദബിന്റെ ഹാല് കഥ പറയാത്ത, ഉറുമ്പിനെ അഴിച്ചു വിട്ടതും തുള്ളിയതും ചാടിയതും പറയാത്ത ഹുത്തുബകൾ ഉണ്ടാവില്ല. എന്ത് ലോകത്തുന്നതരായ ലക്ഷക്കണക്കായ സ്വഹാബത്തിന്റെ മാതൃകാപരമായ ജീവിതം ചർച്ച ചെയ്യാത്ത? അതും ഒരു വ്യവസായമോ കച്ചവടം ഒന്നുമില്ല. ഇസ്ലാമിൽ എവിടെ ഇല്ലടുവോ കച്ചവടം? അപ്പൊ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ കൊണ്ടുവരുമ്പോ അത് വേണ്ട എന്ന് നമ്മൾ പറയുന്നു, കണ്ടോ ഔലിയാക്കളില്ല. ഇനിയോ ആ ഔലിയാക്കൾ അദൃശ്യമായ കാര്യം പറയും എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെടുമ്പോ ശ്രദ്ധിക്ക, അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മേലെ തിരിമറി നടത്തുമ്പോ എന്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ ഞാൻ എടുത്തു കാണിച്ചു. പാഠപുസ്തകത്തിലെ ആയത്തിലെ ഖുർആനിലെ സൂറത്ത് ജിന്നിന്റെ 26, 27 ആയത്തെടുത്തുകൊണ്ട് അതിലെ റസൂൽ എന്ന് പറയുന്ന വാക്ക് കട്ട് ചെയ്തിട്ട് 26, 27 ആയത്ത് കൂട്ടിയോജിപ്പിച്ചിട്ട് രണ്ടാമത്തെ ആയത്തിലെ എല്ലാ മനിർത്തലാട് അവിടെ വെച്ച് മുറിച്ചു കളഞ്ഞിട്ട് റസൂൽ കൊടുക്കാതെ മദ്രസയിലെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഖുർആനിലുള്ള തിരിമറി പൂർപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ശക്തിയുക്തം വെല്ലുവിളിച്ച് എനിക്കെതിരെ മറുപടി പറഞ്ഞപ്പോഴാ പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയോ? അന്ന് ഞാൻ പറഞ്ഞു അത് ഖുർആനിലുണ്ടെന്ന് തെളിയിച്ച എന്നെ കൊണ്ടാകുന്ന എൻ്റെ വീട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അത് വേണമെങ്കിൽ ഞാൻ എഴുതിത്തരാ അന്നുണ്ടായിരുന്നു മുസ്ലിയാരോട്. അതിന് മറുപടി പറയാൻ ആ വീട് ഇങ്ങോട്ട് കൊണ്ട ഇതാ ഖുർആനിലായത്തെന്ന് പറഞ്ഞ പോരെ. അതിന് വേണ്ടിയിട്ട് എൻ്റെ വാപ്പ മരിച്ചതും എനിക്ക് വീട് വെച്ചതും നാട്ടുകാരെ സഹായിച്ചതും ഇത് പറയാൻ നിങ്ങൾ ആലോചിച്ചൊക്കെ അതാ മറുപടി. അത് ഓരോരുത്തരുടെ കൾച്ചർ അവരവർ സ്വീകരിക്കലാണ്, അതിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ചൊക്കെ അവിടെ ആണത്തുണ്ടെങ്കിൽ ഇതല്ലേ പറയാ. നിങ്ങൾ പറഞ്ഞ ആയത്ത് ശരി, ഞാൻ ഇന്നും പറയാം, നിങ്ങൾ പോയി നോക്ക്. റസൂലുമാർക്ക് വഹി കൊടുക്കുന്ന ഒരു വിഷയം പറഞ്ഞിട്ട് ഔലിയാക്കൾ അദൃശ്യം പറഞ്ഞ് പാഠപുസ്തകത്തിൽ മുറിച്ച് പഠിപ്പിക്കുമ്പോൾ വേദന കൊണ്ട് പറയാം, പഠിപ്പിക്കണ മുസ്ലിയാർക്ക് വരെ അതിൻ്റെ ബാക്കി ആയത്തറിഞ്ഞൂടാ. കാരണം അവരും ഖുർആൻ നോക്കണേ, പുസ്തകം നോക്കി വായിച്ചു കൊടുക്കുക മക്കൾ. അതിന് അവർ ചെറിയ മക്കൾക്ക് ഖുർആൻ മൊത്തം പഠിപ്പിക്കാൻ പറ്റും. പിന്നെ എന്താ മദ്രസയെ പഠിപ്പിക്കാനുള്ളേ? 1ാം ക്ലാസ് പഠിക്കണോട്ട് ചെറിയ മോനല്ല, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 1ാം ക്ലാസ് പഠിപ്പിക്കാം. അങ്ങനെ LKGയിൽ ലാ ഇലാഹ കൊണ്ട് ഒരു ഇലാഹും ഇല്ല, 2ാം ക്ലാസ്സിൽ ഇല്ലല്ലാഹ് എന്നാ ആണോ? എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ റസൂൽ ഔലിയാക്കളെ പറ്റിയിട്ടല്ല മുർസലുകളെ പറ്റിയിട്ടാണ് ആയത്ത്. ആ വിഷയം പറയുന്നിടത്ത് അതുമ്മ കിടന്ന് ഉരുണ്ട് മറിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ വക അഭ്യാസങ്ങളും സർക്കസുകളൊന്നുമില്ല. ഔലിയാക്കളെ നമ്മൾ കാണേണ്ട പോലെ കാണണം. അവരുടെ ഇനിയൊരു വലിയൊരു കറാമത്ത് കണ്ടു, നമുക്കുള്ള ബാധ്യത എന്താ? നമുക്ക് നാളെ പോയി അവിടെ പോയി സുജൂദിൽ കിടക്കാന്ന ആണോ? നമുക്കുള്ള ബാധ്യത എന്താ? ആ ഔലിയാക്കളോട് തേടലാണോ? നമ്മളിന്ന് അങ്ങനല്ലേ?
ഏതെങ്കിലും ഒരു കറാമത്തെ പേര്, ഇപ്പൊ കറാമത്ത് കേട്ടാൽ തന്നെ അത്ഭുതമാണ്. ഇവിടെ പുതുപന്നാരി മുനമ്പത്ത് ബിയുടെ കറാമത്ത് എന്തെന്നറിയും. ഇവർക്ക് കറാമത്ത് പറയുന്ന ഒരു മടിയുമില്ല. എന്താ? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാനേരൊക്കെ പെറ്റ നാട് നല്ല, വെളിയങ്കോട്ടും ഒരു കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരെ, ബഹുമാനേരൊക്കെ പെറ്റ നാട്. ഇങ്ങൂരെന്ത് തെറിയാത്, ഊരറിയില്ല, പേരറിയില്ല. പിന്നെ മഹാന്മാര് ജനിച്ച നാട്ടിലാണ് ബീവിയുടെ ജനാസ കണ്ട്. അതാണ് കറാമത്ത്. ഞാൻ ആലോചിച്ചു പോയി, ഈ ക്വാളിറ്റി വെച്ച് ലോകത്തിലെ നമ്പർ 1 വലിയ ആരാന്നറിയാം നമുക്ക്? അബൂജഹലാണ്. കാരണം എന്താ? ഊരും പേരറിയാമേ, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാനേരൊക്കെ പെറ്റ നാട് നല്ല, മുത്തറസൂൽ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് ഉസ്മാൻ അലിയോര്, ബഹുമാനേരൊക്കെ പെറ്റ നാട്. അല്ലമീൻ ഓടിക്കളിച്ച മണ്ണിൽ അബൂജഹൽ ജനിച്ചു, അതുകൊണ്ട് വലിയ ആവില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, പഠിച്ചോൻ ഈ ഫിറൗനിന്റെ ഡെഡ് ബോഡി കേരളത്തിലൊന്നും അടിയാഞ്ഞ് നന്നായി. കാരണം എന്നറിയോ? 7 ദിവസം കടൽക്കര കിടന്നു, ആരാന്നറിഞ്ഞൂടാ, എങ്കിലും 7 ദിവസം കിടന്നില്ലേ, അതിനാ കറാമത്താക്കി ജാറം പൊന്തിച്ചേ. ഫിറൗനിന്റെ ഡെഡ് ബോഡി 3185 കൊല്ലക്കാലം കടൽ കിടന്ന് 19-ാം നൂറ്റാണ്ടിലെ കിംവാലിയിൽ നിന്ന് കണ്ടെടുത്ത, ഇന്നും ഈജിപ്തിലെ റോയൽ മമ്മി